അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ബാങ്കോക്ക് സെൻട്രലിലെ യൂണിക്ലോയുടെ സ്റ്റോറിലാണ്. ഇവിടെ ഞാൻ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ ഈ യൂണിക്ലോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് കേട്ടോ. ആൻഡ് ഇവിടുത്തെ പ്രൊഡക്ട്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് ആൻഡ് പ്രൈസസ് ആർ വെരി അഫോർഡബിൾ. നൗ ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് ഇവിടുത്തെ സെൽഫ് ചെക്കൗട്ട് മെഷീൻസ്. അതൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെൽഫ് ചെക്കൗട്ട് മെഷീൻസ്. ഒരുപാട് സെൽഫ് ചെക്കൗട്ട് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മളെടുത്ത എല്ലാ പ്രൊഡക്ട്സും കൂടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടതിന് ശേഷം ഈ മെഷീനിൽ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റ് ഉണ്ട്, അവിടെ കൊണ്ട് ഈ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ കാണുന്ന സ്ക്രീനിൽ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. മെമ്പർഷിപ്പ് ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിക്ലോയുടെ ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ആപ്പിൽ കാണിക്കുന്ന ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്താൽ മതി. ഇവിടെ എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് ഇല്ല, അപ്പോൾ ഞാൻ ഫോണിൽ ബാർകോഡാണ് റീഡ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ബാർകോഡ് റീഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ബാസ്ക്കറ്റിൽ എന്തെല്ലാം പ്രൊഡക്ട്സ് ഉണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് മൊത്തത്തിൽ എത്ര ഐറ്റംസ് ഉണ്ട്, അതേപോലെ ഓരോ പ്രൊഡക്റ്റും എന്താണ്, അതിൻ്റെ പ്രൈസ് എന്താണ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്. എന്നാലും ഞാനിവിടെ ഒന്നുകൂടെ മാനുവലി ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ ഐറ്റംസും എടുത്ത ഐറ്റംസും എല്ലാം കറക്റ്റാണോ എടുത്തേക്കുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഫൈൻ, ഒരു പ്രശ്നവും ഇല്ല. ഇതിനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് RFID ടെക്നോളജിയാണ് കേട്ടോ. അതായത് ഇവരുടെ എല്ലാ പ്രൈസ് ടാക്സും RFID ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ആ മെഷീനിലുള്ള RFID റീഡർ ഈ ടാക്സ് റീഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എല്ലാം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പേപ്പർ ബാഗ് വേണമെന്നുള്ളത് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ പേപ്പർ ബാഗ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബില്ല് ജനറേറ്റ് ചെയ്യുക, പേപ്പർ ബാഗ് എടുക്കുക, തുണിയെല്ലാം മടക്കി വെച്ച് കൊണ്ടുപോകുക.